Hello dear students, welcome to the fourth lecture of the final accounts of the banking companies. Up to the third lecture we discussed the theoretical side of the banking companies. That means how to prepare the profit and loss account and the balance sheet. And the fourth lecture onwards we are discussing the problems relating with the final accounts of the banking companies. Okay, this is the first lecture regarding the problem side, and in this lecture we discussing how to prepare the profit and loss account of the banking companies and how we prepare the profit and loss account of the banking companies. എങ്ങനെയാണ് ഒരു ബാങ്കിന്റെ പ്രോഫിറ്റും ലോസും പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് ദ ഫോർമാറ്റ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വി ഓൾറെഡി സ്റ്റഡി ദ ഫോർമാറ്റ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ആൻഡ് ദർ ഈസ് എ ഇമ്പോർട്ടൻറ്റ് ഷെഡ്യൂൾസ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. One is 13 interest earned, another one is 14 that's other income, then is 15 interest expended, and 16 then operating expense. These are the important schedules of the banking company. And provision contingency is a separate element, there is no schedule. And after that identify the profit, and if there is any forward just add with the statement, and after that make the appropriation, that means transfer to reserve from the profit, current profit, and any other reserve, and there is a dividend, and after that balance carry forward to the balance sheet. This is structure of the profit and loss account. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ 13, 14, 15 ഷെഡ്യൂൾസ് 13 to 16 ഷെഡ്യൂൾസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. once again refreshing different schedules. The first 13th schedule, the 13th schedule is focusing on the interest earned. That means ബാങ്കിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകംസ് ഐഡന്റിഫൈ ചെയ്യുന്നു. എന്തൊക്കെ ഇൻട്രസ്റ്റ് ഇൻകംസ് കിട്ടുന്നുണ്ടോ ഇൻകംസ് മുഴുവൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. റിബേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളവിടെ കുറയ്ക്കണം, റിബേറ്റ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലെസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതാണ് നമ്മൾ 13 പ്രിപ്പയർ ചെയ്ത്. 14 നമ്മൾ അതർ ഇൻകം, ഇൻട്രസ്റ്റ് അല്ലാണ്ട് ബാങ്കിന് കിട്ടുന്ന എന്തെങ്കിലും ഇൻകംസുകൾ, ഒരുപാട് ഇൻകംസ് പറഞ്ഞു, കമ്മീഷൻസ്, എക്സ്ചേഞ്ച്, ബ്രോക്കറേജസ്, എനി അതർ ഇൻകംസ്, ദെൻ പ്രോഫിറ്റ് സെയിലിട്ട് കിട്ടുന്നത്, ഇങ്ങനത്തെ എന്തെങ്കിലും എലമെന്റ്സിന് നമ്മൾ അതർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ ബാങ്കിന് വരുന്ന എക്സ്പെൻസുകൾ, അപ്പോൾ ഈ ഡെപ്പോസിറ്റിലാണ് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വരാം. ദെൻ എങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ബാങ്ക് പേ ചെയ്യുന്നുണ്ട്, പെയ്ഡ് വരുന്നുണ്ടോ, അത് മുഴുവൻ നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. 15th ഷെഡ്യൂൾ ഇസ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡ്. ദെൻ the last schedule is operating expense. That means ബാങ്കിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരുന്ന ബാക്കിക്ക് എന്ത് എക്സ്പെൻസ് ഉണ്ടോ നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. പേയ്മെന്റ്, പ്രിന്റിംഗ്, സ്റ്റേഷനറി, ഡിപ്രീസിയേഷൻ, ലോ ചാർജ്, ഇങ്ങനെ ഒരുപാട് എലമെന്റ്സ് വരാം. അതൊക്കെ നമ്മൾ അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളായിട്ട് ട്രീറ്റ് ചെയ്യും. ഈ 4 ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഈ 4 ഷെഡ്യൂൾസ് ആണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രക്സ് ആയിട്ട് വരുന്നത്. ഇൻട്രസ്റ്റ് ഏൺഡ്, അതർ ഇൻകം, ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ബാക്കിയുള്ള ഷെഡ്യൂൾസ് അവർ ഡയറക്റ്റ്ലി ആ ഫിഗേഴ്സ് നമുക്ക് എടുത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കും. പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും കറണ്ട് ഇയർ മാത്രമേ ആവശ്യം, പ്രീവിയസ് ഇയർ നമ്മൾ ഫോർമാറ്റിൽ മാത്രമേ ഉള്ളൂ, കറണ്ട് ഇയർ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ജസ്റ്റ് റിഫ്രഷ് ദ സ്ട്രക്ചർ and important schedules. This is structure of the profit and loss account. This is schedule of the interest earned and other incomes, then interest expended and the operating expenses. These are the different schedules for the preparing the profit and loss account. Okay, let's move into the problem. Problem ആണ് ശ്രദ്ധിക്കേണ്ടത്. Listen. From the following particulars, prepare the profit and loss account of the Safety Bank for the year ended 31st March 2017. അപ്പോൾ 31st March 2017 ആണ് നമ്മുടെ കറണ്ട് ഇയർ. നമ്മൾ ചോദിച്ചിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാ ഫിഗേഴ്സിലും ഒരുപാട് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. എല്ലാ ഫിഗേഴ്സ് ഇൻ 1000 ആണ്. തൗസൻഡ്സ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് 3,200 എന്ന് പറഞ്ഞാൽ ഫിഗർ ഇൻ 1000 32 lakh ആയിട്ട് മാറി. അപ്പോൾ എല്ലാ ഫിഗേഴ്സും പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ബാങ്ക് ബാലൻസ് ഷീറ്റ് നോക്കി ഒന്നെങ്കിൽ ലാക്സിലോ തൗസൻഡ്സിലായിരിക്കും ഫിഗേഴ്സ് പറയുക. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട, ഫിഗേഴ്സ് 1000 പറഞ്ഞാൽ അവിടെ കിടന്നോട്ടെ, നമുക്ക് തന്നിരിക്കുന്ന ഫിഗേഴ്സ് വെച്ച് മാത്രം പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഫിഗേഴ്സിലെല്ലാം 1000 പറയേണ്ടത്. അതിൻ്റെ അർത്ഥം 3,200 എന്ന് പറഞ്ഞാൽ 32 lakh ആണ് ശരിക്കും പറയണമെങ്കിൽ. അപ്പോൾ അത് അവർ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഓൾ ഫിഗേഴ്സ് ആൻഡ് ദ തൗസൻഡ്സ്. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ഇൻ ദ മീൻസ് ഇൻഫോർമേഷൻ. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ്, ബാങ്കിന് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് വന്നിട്ടുണ്ട്.
ഡെപ്പോസിറ്റും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് 3200. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബാങ്കിനെ സംബന്ധിച്ച് ഇൻകംസ് ആണ്. ഇപ്പോൾ ബാങ്ക് എപ്പോഴും കമ്മീഷൻ ചാർജ് ചെയ്യും. അല്ലെങ്കിൽ ചെക്ക് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അവർ കമ്മീഷൻ ചാർജ് ചെയ്യും. NEFT ചെയ്യാൻ പോയാൽ കമ്മീഷൻ ചാർജ് ചെയ്യും. അപ്പോൾ കമ്മീഷനൊക്കെ ബാങ്കിന്റെ ഇൻകമാണ്, ഇൻട്രസ്റ്റിലാണ്ട് വരുന്ന ഇൻകംസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുത്തിട്ട് ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഇൻകം ആണ്. സൺട്രി ചാർജസ് നോർമലി എക്സ്പെൻസുകളാണ്. റെന്റ് ടാക്സ് നമുക്ക് എക്സ്പെൻസ് ആണ്. പേയ്മെന്റ് ടു എംപ്ലോയീസ് എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് 1490. ദെൻ നമുക്ക് ഡിസ്കൗണ്ട് വന്നിട്ട് ഡിസ്കൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇൻകംസ് ആയിരിക്കും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റിന് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് 1600. ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് 2320. ഓഡിറ്റ് ഫീ വന്നിട്ടുണ്ട്, ഡയറക്ടർ ഫീ വന്നിട്ടുണ്ട്, ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻസ് വന്നിട്ടുണ്ട്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ഓഫ് ദ സേഫ്റ്റി ബാങ്കിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പർട്ടിക്കുലേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, ഫോളോയിങ് എലമെന്റ്സ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓരോ ഐറ്റംസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആദ്യം എപ്പോഴും 4 ഷെഡ്യൂൾസ് പ്രിപ്പയർ, അതിനുശേഷം മാത്രമേ നിങ്ങൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തായി. 4 ഷെഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഏതൊക്കെയാണ്? ഷെഡ്യൂൾ നമ്പർ 13, ഷെഡ്യൂൾ നമ്പർ 14, 15, 16. ഫോർ ഇമ്പോർട്ടൻറ്റ് 13, 14, 15, 16. ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഷെഡ്യൂളിലത്തെ ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻ നേരെ ഏത് ഷെഡ്യൂളിലേക്ക് പോസിബിലിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് ചെയ്തതിന് പ്രോബ്ലം കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ വായിച്ചതല്ല ഏത് ഷെഡ്യൂളിലേക്ക് പോകും എന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പ്രോബ്ലംസ് അവിടെ സോൾവ് ആയി. ഓക്കെ, സോ ലെറ്റ് ഡിസ്കസ് എ സൊല്യൂഷൻ ഓഫ് ദ ഫസ്റ്റ് പ്രോബ്ലം. ക്ലിയർ, നമുക്കറിയാം പ്രോബ്ലം ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 4 ഷെഡ്യൂൾസ് ആണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വരാം. 1 is interest earned. Then schedule number 14 other income. Schedule 15 interest expended. Schedule number 16 operating expenses. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ നോട്ടേക്ക് എടുത്ത് എഴുതിയിട്ടുണ്ട്. ത്രൂ ഔട്ട് ഇങ്ങോട്ട് അത് ശ്രദ്ധിക്കുക. ഇത് എവിടെ വരുന്നതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് നമ്മൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഷെഡ്യൂൾ വൈസ് ഞാൻ പറഞ്ഞു ഐറ്റംസ് പഠിക്കാൻ പറഞ്ഞു, കാണാപ്പാടം പഠിക്കുന്നു വേണ്ട, മനസ്സിലാക്കി വെച്ച് ഓരോ ഐറ്റംസ് കണ്ടാൽ അപ്പം തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എവിടേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടാണ്. അതിന്റെ അർത്ഥം ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്, അതായത് ബാങ്കിൽ ഡെപ്പോസിറ്റ് വന്നു, ഡെപ്പോസിറ്റ് ബാങ്ക് അല്ലെ നോർമലി എന്ത് ചെയ്യേണ്ടി വരും, അവർ ഇൻട്രസ്റ്റ്. ഇപ്പൊ സേവിംഗ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ സേവിംഗ് ഇൻട്രസ്റ്റ് കൊടുക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് പറഞ്ഞ ബാങ്കിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് പോവാണ് അല്ലെ. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ബാങ്കിന്റെ എപ്പോഴും ഇൻട്രസ്റ്റ് പോവാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് പോകുമ്പോൾ അത് എവിടേക്ക് വരും? ഇൻട്രസ്റ്റ് രൂപത്തിൽ നിന്ന് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് ഷെഡ്യൂൾ നമ്പർ 15 നമ്മൾ പറഞ്ഞു. ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് പറഞ്ഞാൽ ഷെഡ്യൂൾ നമ്പർ 15 വരാനുള്ള ഐറ്റം. കാരണം അത് ഇൻട്രസ്റ്റ് കയ്യിൽ നിന്ന് പോവാണ്. ഇൻട്രസ്റ്റ് കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പറയാം ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് എന്ന് പറയാം. ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ 15 ആയിരുന്നു. കമ്മീഷൻ, ക്രെഡിറ്റ്. കമ്മീഷൻ നോർമലി എപ്പോഴും ബാങ്കിന്റെ ഇൻകംസ് ആയിരിക്കും. കമ്മീഷൻസ്, അപ്പോൾ കമ്മീഷൻ ബാങ്കിന് കിട്ടാണ്, ദാറ്റ് മീൻസ് ഇൻകാണ്. പക്ഷേ ഇൻട്രസ്റ്റ് ഇൻകല്ല, വേറെ ഇൻകാണ്, അതർ ഇൻകാണ്. ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ കിട്ടുന്ന ഇൻകല്ല, കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഇൻകാണ്, ഇൻട്രസ്റ്റ് രൂപത്തിൽ അല്ലാണ്ട് കിട്ടുന്ന ഇൻകാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് രൂപത്തിൽ അല്ലാണ്ട് കിട്ടുന്ന ഇൻകം നമ്മൾ പറയും അതർ ഇൻകംസ് എന്നാണ് പറയുക. അപ്പോൾ അത് ഷെഡ്യൂൾ നമ്പർ 40 നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ജസ്റ്റ് അവിടെ എഴുതി പോവുക, അതിന്റെ കൂടെ നമ്മൾ എഴുതി ഒരു ക്വസ്റ്റ്യൻ കണ്ടതിന്റെ കൂടെ എഴുതി പോവുക. ഷെഡ്യൂൾ നമ്പർ 14 നമുക്ക് ഓട്ടോമാറ്റിക് അതർ ഇൻകാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, നമുക്കറിയാം ലോൺ കൊടുക്കും. ബാങ്ക് ലോൺ കൊടുത്താൽ നമുക്കറിയാം ലോണും ഇൻട്രസ്റ്റ് വാങ്ങിക്കും. ലോണും ഇൻട്രസ്റ്റ് വാങ്ങിക്കും ബാങ്കിന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ ബാങ്കിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് കിട്ടാണ്, ആ ലോണും ഇൻട്രസ്റ്റ് കിട്ടാണ്. ആലോചിച്ചാൽ മതി, ആ ടൈം ഒന്നും ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് വളരെ പെട്ടെന്ന് ഷെഡ്യൂൾ ആയിട്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടാന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാണ്. അപ്പോൾ അത് എവിടേക്ക് വരും? ഇൻട്രസ്റ്റ് ഏൺ ഷെഡ്യൂൾ നമ്പർ 13 വരും. ദെൻ സൺട്രി ചാർജസ്, ഡെബിറ്റ് ആണ്, എക്സ്പെൻസ് ആണ്. സൺട്രി ചാർജസ് എപ്പോഴും എക്സ്പെൻസ് ആയിരിക്കും. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് അല്ല, വേറെ ഇത് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് ഇല്ലാത്ത വരുന്ന എക്സ്പെൻസ് ഒക്കെ നമ്മൾ എപ്പോഴും ട്രീറ്റ് ചെയ്യും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ സൺട്രി ചാർജസ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 16 വന്നു. റെന്റ് റേറ്റ് നമുക്കറിയാം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, ഷെഡ്യൂൾ നമ്പർ 16. പേയ്മെന്റ് ടു എംപ്ലോയീസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്, നമുക്കറിയാൻ പറ്റും. കാരണം ആ ഐറ്റംസ് വായിച്ച് നമുക്കറിയാം അതെല്ലാം ഒരു ഇൻട്രസ്റ്റ് അല്ലാണ്ട് വരുന്ന എക്സ്പെൻസുകളാണ്. അത് അതിൻ്റെ അർത്ഥം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. പേയ്മെന്റ് ടു എംപ്ലോയീസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാങ്കിന് കിട്ടുന്ന ഇൻകാണ്, അപ്പോൾ ഇൻട്രസ്റ്റ് ആണ് കിട്ടുക. അത് ശ്രദ്ധിക്കണം. അത് സാധാരണഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഷെഡ്യൂൾ നമ്പർ 30 പറയുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടുകൾ വരുന്നത് കിട്ടണത്, ഡിസ്കൗണ്ട് റിസീവ് ചെയ്യേണ്ടത് ഇസ് എ പാർട്ട് ഓഫ് ഷെഡ്യൂൾ നമ്പർ 13 ആണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബിൽസ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ
ബിൽസ് ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബിൽ ഡിസ്കൗണ്ട് പറഞ്ഞ ഡിസ്കൗണ്ട് എപ്പോഴും ഇൻകം ആയിരിക്കും, ഇൻട്രസ്റ്റുമായി റിലേറ്റ് ചെയ്തൊരു ഇൻകം ആണ്. അപ്പോൾ അതെപ്പോഴും ട്രീറ്റ് ചെയ്യുക നമ്മൾ ഷെഡ്യൂൾ നമ്പർ 13 അതിന് സംശയം നമ്മൾ ആ ഷെഡ്യൂളിലേക്ക് പതുക്കെ നോക്കിയാൽ മതി. ഷെഡ്യൂൾ നമ്പർ 13 അത് പറയുന്നത് ഡിസ്കൗണ്ട് ഓൺ അഡ്വാൻസ് പറയുന്നത് ബിൽസ് ഒക്കെയും പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഇൻട്രസ്റ്റ് ഏൺഡ്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്ന തുല്യമാണ്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. ഓവർ ഡ്രാഫ്റ്റ് ബാങ്കിൽ നിന്ന് ഒരാൾക്ക് ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കും. ഓവർ ഡ്രാഫ്റ്റിന് അവർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക, ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻകം ആണ്. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്. ബാങ്ക് ഇതുപോലെ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഇതുപോലെ ലോൺ കൊടുക്കുന്ന തുല്യമാണ്. അപ്പോൾ അത് നമ്മളും ബാങ്കിന് എന്ത് കിട്ടും? ക്യാഷ് ക്രെഡിറ്റ് ഒക്കെ പറഞ്ഞാൽ ബാങ്കിന് ലോൺ കൊടുത്തും അപ്പം ഇൻട്രസ്റ്റ് കിട്ടുന്ന പ്രോസസ് തന്നെയാണ്. ക്യാഷ് ക്രെഡിറ്റ് കറണ്ട് അസറ്റും ബാങ്ക് ലോൺ കൊടുക്കും, ആ കൊടുക്കുന്ന ലോണും അവർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞതാണ് സോ ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ ഷെഡ്യൂൾ നമ്പർ 13. ഇൻട്രസ്റ്റ് കിട്ടാണ് ബാങ്കിന്, ഇൻട്രസ്റ്റ് ആണ് ഇത് കിട്ടുന്നത്. ആൻഡ് ഓഡിറ്റ് ഫീ നമുക്കറിയാം ഇൻട്രസ്റ്റ് അല്ലാണ്ട് വരുന്ന എക്സ്പെൻസ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ഡയറക്ടേഴ്സ് ഫീ നമുക്കറിയാം ലൈക്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിരിക്കും, അത് നമുക്ക് ഷെഡ്യൂൾ നമ്പർ 6 ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ലാസ്റ്റ് ആയിട്ടുണ്ട് ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻസ്. നമ്മൾ പറഞ്ഞ പ്രൊവിഷൻസ് ഒരിക്കലും ഷെഡ്യൂളിൽ വരാൻ ആയിട്ടാണ്, ഷെഡ്യൂളിലല്ലാണ്ട് പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസിലാണ് കാണിക്കേണ്ടി വരാം. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസിലാണ് നോർമലി കാണിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യൻ്റെ ഓരോ ഐറ്റംസും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞെങ്കിൽ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഷെഡ്യൂൾ നമ്പർ 13, 14, 15, 16 വേറെ ഒന്നും ചെയ്യേണ്ടത്, ക്ലാസിഫൈ ചെയ്ത് കിട്ടി. 13 എന്താണ്? ഇൻട്രസ്റ്റ് ഏൺഡ്. 14 എന്താണ്? അതർ ഇൻകം. 15 എന്താണ്? ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. ദെൻ 16 എന്താണ്? ഓപ്പറേറ്റ് എക്സ്പെൻസസ്. അപ്പോൾ നിങ്ങൾ ആ പ്രോബ്ലത്തിൽ ഓരോ ഐറ്റംസ് വാങ്ങിച്ചത് എവിടേക്ക് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്തു ഓരോ ഐറ്റംസും ഏത് ഷെഡ്യൂളിലേക്കാണ് പോസിബിലിറ്റീസ് ഉള്ളത്. അതിൽ പ്രൊവിഷൻസും കണ്ടിജൻസി മാത്രം സെപ്പറേറ്റ്ലി ട്രീറ്റ് ചെയ്യണം. ഇനി വളരെ പെട്ടെന്ന് ഷെഡ്യൂൾ നമ്പർ 13, ഷെഡ്യൂൾ നമ്പർ 14 ടോട്ടൽ എടുക്കാനായിട്ട് സാധിക്കും. ഷെഡ്യൂൾ നമ്പർ 30 ഒന്ന് ഐറ്റംസ് മാത്രം വെച്ച് അതിൻ്റെ ടോട്ടൽ എടുക്കുക. ഷെഡ്യൂൾ നമ്പർ 40 ഒന്ന് ഐറ്റംസ് വെച്ചിട്ട് മാത്രം അതിൻ്റെ ടോട്ടൽ എടുക്കുക. ഷെഡ്യൂൾ നമ്പർ 15 ഐറ്റംസ് മാത്രം എഴുതിക്കൊണ്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക. ഷെഡ്യൂൾ നമ്പർ 16 ഐറ്റംസ് മാത്രം എഴുതിക്കൊണ്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? ഷെഡ്യൂൾ നമ്പർ 13, 14, 15, 16 ടോട്ടൽസ് നമുക്ക് കിട്ടും. കാരണം നമ്മുടെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞു ഏതൊക്കെയാണ് 13ലേക്ക്, ഏതൊക്കെയാണ് 14ലേക്ക്, ഏതൊക്കെയാണ് 15ലേക്ക്, ഏതൊക്കെയാണ് 16ലേക്ക് നമ്മൾ ഓൾറെഡി ക്ലാസിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ദെൻ പ്രൊവിഷൻസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും എഴുതും, പ്രൊവിഷൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞു. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന്റെ ടോട്ടൽസ് എടുക്കണം. ആ ഗ്രൂപ്പ് വൈസ് ടോട്ടൽ ഷെഡ്യൂൾ നമ്പർ 30 ഐറ്റംസിന്റെ ടോട്ടൽസ്. സോ ലെറ്റ്സ് ഗോയിങ്. ഷെഡ്യൂൾ നമ്പർ 30 നമുക്കറിയാം 4 ഐറ്റംസ് വന്നിട്ടായിരുന്നു അവിടെ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നോക്കി എനിക്ക് കാണാൻ സാധിക്കും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്ക് അവിടെ ഉണ്ടായത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2490. ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസ്കൗണ്ട് 1490. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് എവിടെ വന്നത്? ഇൻട്രസ്റ്റ് ഏണിൽ വന്നത്. അപ്പോൾ അതിന് നമ്മൾ ടോട്ടൽ എടുത്ത് വെച്ചു 7900. എല്ലാ ഫിഗേഴ്സും 1000ലാണ്. ഇനി അതർ ഇൻകംസ് ഉണ്ടായിരുന്നു. ഷെഡ്യൂൾ നമ്പർ 40 ആകെ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. 14 ഈസ് അതർ ഇൻകം. ഒരു ഐറ്റംസ് ആണ് അതർ ഇൻകം വരുന്നു. ദെൻ ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പാൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് നോക്കി ഒരു ഐറ്റം വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് ടോട്ടൽ 3200. ദെൻ ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പറയാം. സൺട്രി ചാർജസ്, റെന്റ്, പേയ്മെന്റ് ടു എംപ്ലോയീസ് ആൻഡ് യുവർ ഓഡിറ്റ് ഫീ, ഡയറക്ടേഴ്സ് ഫീ, ഇതൊക്കെ നമുക്ക് ഷെഡ്യൂൾ നമ്പർ 16ലേക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഷെഡ്യൂൾ നമ്പർ 16ലേക്ക് വരുന്ന ഐറ്റംസ് മാത്രം വെച്ചുകൊണ്ട് അതിൻ്റെ ടോട്ടൽ എടുത്തു 851. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്ത് മീൻസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ ടോട്ടൽസ് എടുക്കുക. ഓരോ ഷെഡ്യൂളിൻ്റെയും സെപ്പറേറ്റ് ടോട്ടൽസ് എടുക്കുക. നമ്മൾ ഓരോട് ഐഡന്റിഫൈ ചെയ്ത് വെച്ചുകൊണ്ട് വളരെ ഈസിലി എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നോട്ട്സ് ഇപ്പോൾ ജസ്റ്റ് എടുത്ത് പിടിക്കുക. ഓരോ ഐറ്റംസ് വായിക്കുമ്പോൾ ജസ്റ്റ് അതിലേക്ക് പാസ് ചെയ്ത് വിടുക. കാരണം ഇവിടേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരിക്കലും നിങ്ങൾ കാണാപ്പാടം പഠിക്കരുത്, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓരോ ഐറ്റംസ് വായിക്കുമ്പോൾ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് അത് എവിടേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ഐറ്റംസ് എവിടേക്കാണ് പോകുന്നത്? ഇൻട്രസ്റ്റ് ഏൺ ചെയ്യണോ, അതർ ഇൻകം ആണോ, ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് ചെയ്യണോ, ദെൻ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണോ, അത് ഐഡന്റിഫൈ ചെയ്യുന്നു. അതിന്റെ ഗ്രൂപ്പ് വൈസ് ടോട്ടൽസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഗ്രൂപ്പ് വൈസ് ടോട്ടൽ എടുത്തു. ഷെഡ്യൂൾ നമ്പർ 13 ടോട്ടൽ 7900. ഷെഡ്യൂൾ നമ്പർ 14 100. ഷെഡ്യൂൾ നമ്പർ 15 3200. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഷെഡ്യൂൾ നമ്പർ 16 851. ആൻഡ് ഫൈനലി പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിന് ശേഷമാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് എ ഫോർമാറ്റ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദിസ് എ ഫോർമാറ്റ് ഓഫ് ദ പ്രോഫിറ്റ്. ഈ ഫോർമാറ്റ് ആണ് അവർ പ്രീവിയസ് ഇയറിൽ ആവശ്യമില്ല. പ്രോബ്ലംസ് പെർഫോം ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയറിന്റെ ആവശ്യമില്ല. ഓക്കെ, സോ ലെറ്റ്സ് സീ ദിസ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്.
സേഫ്റ്റി ബാങ്ക്, ബാങ്കിൻ്റെ പേര് എഴുതുന്നു. നമുക്കറിയാം നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മളതിൻ്റെ ഫോമാറ്റ് ഇങ്ങനെയാണ്, ദ ഷെഡ്യൂൾ നമ്പർ, ദെൻ ഏതാണ് ഇയർ എൻഡിങ്, എമൗണ്ട്സ് ഇൻ 1000 ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. ഷെഡ്യൂൾ നമ്പർ 13 ആണ്. ആദ്യം നമ്മളിപ്പോൾ എഴുതുക ഇൻകം എന്നാണ് ഹെഡിങ് കൊടുക്കുക, ഇൻകം സാധ്യത, ഇൻട്രസ്റ്റ് ഷെഡ്യൂൾ നമ്പർ 13 ആണ്. ഷെഡ്യൂൾ നമ്പർ 13 നമുക്ക് വന്നത് 7900, ദറ്റ് ഇസ് 7900. ഇതിനടുത്ത് അതിൻ്റെ താഴെ അതർ ഇൻകംസ് ആണ് എഴുതുക, ദറ്റ് ഷെഡ്യൂൾ നമ്പർ 14, 100. സോ ദറ്റ് ഇസ് 100. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 13 14 എഴുതി, ദാറ്റ് മീൻസ് ഇൻകംസ് നമ്മൾ എഴുതി. അപ്പോൾ അതിന് ടോട്ടൽ എടുക്കുക, ദ ടോട്ടൽ ഓഫ് ദ ഇൻകം 8000, ദറ്റ്സ് 8000 ഇസ് എ ടോട്ടൽ. അപ്പോൾ ഇൻകം കിട്ടി. ഇനി എക്സ്പെൻഡിച്ചർ നമുക്കറിയാം, ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ്. എത്രയാണ്? 3200. ഓക്കെ. ആൻഡ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയാണ്? 851. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ചെയ്ത്. ഇവിടെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻസി പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്, അത് ഉണ്ടെങ്കിൽ കാണിക്കണം, ഷെഡ്യൂൾ ഇല്ല. അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൊവിഷൻസ്, ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ പ്രൊവിഷൻ ആണ്, അത് കാണിക്കേണ്ടത് പ്രൊവിഷൻസ് ആൻഡ് കണ്ടീജൻ. ബാഡ് ഡെപ്റ്റ്സ് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ പ്രൊവിഷൻ ആണ്. ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ബാഡ് ഡെപ്റ്റ് റൈറ്റൺ ഓഫ്, ദാറ്റ്സ് എ പ്രൊവിഷൻ ഫോർ ദ ബാഡ് ഡെപ്റ്റ് എന്നാണ് മീനിങ്. പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കും. എത്രയായിരുന്നു ഫിഗർ? 300 ആയിരുന്ന ഫിഗർ, 300 നമ്മളിവിടെ എഴുതി കാണിക്കുകയാണ് ചെയ്യുക. ദാറ്റ് ഇസ് എ ലോജിക്. പ്രൊവിഷൻസിന്റെ ഷെഡ്യൂൾ ഇല്ല, നമ്മൾ ഡയറക്റ്റ് എമൗണ്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുകയേ ചെയ്യുള്ളൂ. ഓക്കെ. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ്പെൻഡിച്ചർ സൈഡുകൾ കിട്ടി. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് 3200, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 851, പ്രൊവിഷൻസ് 300. ദെൻ ടോട്ടൽ ഓഫ് ദ 2, ഇതിന്റെ ടോട്ടൽ എടുക്കുക, 2ന്റെ ടോട്ടൽ എടുക്കുക. ദിസ് എ ടോട്ടൽ ഓഫ് 1, ഇൻകം ടോട്ടൽ, ദാറ്റ് ഇസ് എ എക്സ്പെൻസ് ടോട്ടൽ. ദ നെക്സ്റ്റ് ഹെഡ് ഇസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. നമുക്ക് അറിയണം അല്ലേ? ഇൻകം ഇസ് ഓവർ ദാൻ ദ എക്സ്പെൻസസ്. 8000 മൈനസ് 4351, ഇപ്പം എത്ര വരും? ഇറ്റ്സ് എ പ്രോഫിറ്റ് ആണ് വരാൻ. പ്രോഫിറ്റ് അല്ലെ, നോർമലി ഇസ് എ പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ് വരുന്നത്. പ്ലസ് ഫിഗർ ആണെങ്കിൽ പ്രോഫിറ്റ്, മൈനസ് ഫിഗർ ആണെങ്കിൽ ലോസ്. ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ഫിഗർ ആണ് വരുന്നത്. 3649 ആണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്, പ്രോഫിറ്റ് ആണ്. ഇനി പ്രീവിയസ് ഇയർ എന്തെങ്കിലും പ്രോഫിറ്റ് ഫോർവേഡ് ചെയ്യുന്ന നിങ്ങളുടെ എഴുതണം. നിങ്ങളുടെ ക്വസ്റ്റ് അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പ്രീവിയസ് ഇയറിന്റെ പ്രോഫിറ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഉണ്ടെങ്കിൽ അവിടെ ഫോർവേഡ് ചെയ്ത് കൂട്ടി എഴുതണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ ഇവിടെ പ്രീവിയസ് ഇയറിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, പ്രീവിയസിലെ പ്രോഫിറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവിടെ ഒന്നുമില്ല, നിൽ നിന്ന് എഴുതുന്നു, ടോട്ടൽ എടുക്കുന്നു. അപ്പോൾ ടോട്ടൽ 3 കിട്ടി. ടോട്ടൽ 3 എന്ന് പറഞ്ഞാൽ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതിലെ എലമെന്റിൽ വരുന്ന ടോട്ടലാണ് ടോട്ടൽ 3 എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് ഇൻകം ടോട്ടൽ, ദ എക്സ്പെൻസ് ടോട്ടൽ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ്. ദിസ് പ്രോഫിറ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെ ആഡ് ചെയ്യുക, പ്രോഫിറ്റ് ഫോർവേഡ് ചെയ്യണത് പ്രീവിയസ് ഇയറിന്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? നില്ലിടുക, ടോട്ടൽ ഇടുക. ടോട്ടൽ 3649 ആണ്. അതിനുശേഷം അപ്രോപ്രിയേഷനിലേക്ക് നമ്മൾ പോവാണ്. അപ്രോപ്രിയേഷൻ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു റിസർവ് പ്രോഫിറ്റിന്റെ എപ്പോഴും 25% നമ്മൾ എന്ത് ചെയ്യണം? റിസർവിലേക്ക് മാറ്റണം. ഇനി ക്വസ്റ്റിൽ പറയണം 20% പറഞ്ഞ് 20% മാത്രം മാറ്റിയത്. ക്വസ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇറ്റ്സ് എ മാൻഡേറ്ററി 25% തന്നെ മാറ്റിയിരിക്കണം. ഇപ്പൊ ക്വസ്റ്റിൽ പറയാണ് 20% മാത്രം മാറ്റിയാൽ മതി എന്ന് പറഞ്ഞാൽ 20% മാത്രം, 15% മാത്രം മാറ്റിയെന്ന് പറഞ്ഞാൽ അത്രയും മാത്രം മാറ്റിയത്. ഇൻ കേസ് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 25% തന്നെ പ്രോഫിറ്റിന്റെ എവിടേക്ക് മാറ്റണം? റിസർവിലേക്ക് മാറ്റി വയ്ക്കണം. നമുക്കറിയാം കറണ്ട് ഇയർ പ്രോഫിറ്റ് എത്രയാണ്? 3649 ആണ്. 3649ന്റെ 25% നമ്മൾ എന്ത് ചെയ്യണം? സാറ്റ്യൂട്ടറി റിസർവ് ആണ്. ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിസർവ് ആണ് സാറ്റ്യൂട്ടറി. ഈ ഫോർമാറ്റ് നോക്കിയാൽ കാണാൻ ഫോർമാറ്റിൽ ജസ്റ്റ് ഒന്ന് കയ്യിൽ പിടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് 3649 ഇസ് എ പ്രോഫിറ്റ്. ഇറ്റ്സ് എ പ്രോഫിറ്റ്. പ്രോഫിറ്റിന് 25% 9123 ഇതാണ് നമ്മൾ 25% വരാം. ഈ 25% നമ്മൾ എന്ത് ചെയ്യണം? ഇവിടേക്ക് മാറ്റുന്നത് ട്രാൻസ്ഫർ ടു റിസർവ് ആണ് ചെയ്യുക. ഓക്കെ. ഞാൻ ട്രാൻസ്ഫർ ടു അതർ റിസർവ് ക്വസ്റ്റിൽ പറഞ്ഞിട്ട് എഴുതണം. ഇവിടെ നോക്കി കാണാൻ സാധിക്കും ഒരു റിസർവിനെ കുറിച്ച് ട്രാൻസ്ഫർ ടു അതർ റിസർവിനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ. ഉണ്ടെങ്കിൽ അത് എഴുതണം, ട്രാൻസ്ഫർ ടു അതർ റിസർവ് എഴുതണം. ട്രാൻസ്ഫർ ടു പ്രപ്പോസ് ഡിവിഡന്റ് ഓർ ഗവൺമെന്റ് സെക്യൂരിറ്റി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ ക്വസ്റ്റിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കും. ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റിൽ ഇവിടെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കും. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ നമുക്ക് അത് നില്ലാണ്. ദെൻ അതിനുശേഷം നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ തന്നെയാണ് ഇവിടെ എഴുതുക. 3649 തന്നെയാണ് ഇവിടെ ടോട്ടൽ 3 തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതി കാണിക്കേണ്ടത്. ടോട്ടൽ 3 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ടോട്ടൽ 3649 തന്നെയാണ് അപ്രോപ്രിയേഷൻ ടോട്ടലായിട്ട് വരാം. ഇവിടെ എന്ത് ടോട്ടൽ വന്നു അതേ സെയിം ടോട്ടലാണ് അപ്രോപ്രിയേഷൻ ടോട്ടലായിട്ട് വരാം. ഓക്കെ. 3649 ആണ് നമുക്ക് ഇവിടുത്തെ ടോട്ടൽ. അപ്പോൾ ബാലൻസിങ് എത്ര വരും? ഇപ്പോൾ 9123 ആണ് നമുക്ക് കിട്ടുന്ന ആകെ ഒരു ഫിഗർ ഇവിടെ ഉള്ളത്. ഇനി അത് 3649 എത്ര വരും? 3649 മൈനസ് 9123 ബാലൻസ് എമൗണ്ട് എത്രയാണ്? 2736.7 2736.7 ദാറ്റ്സ് എ ഫിഗർ. ഈ ഫിഗർ എവിടേക്ക് ഫോർവേഡ് ചെയ്യണം? ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടതാണ്. ദാറ്റ് ഈസ് എ
എൻഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എൻഡ് ആവും. വളരെ ഈസി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഓരോ ഫിഗേഴ്സ് എടുത്തിട്ട് ഇൻട്രസ്റ്റ് ഏൺഡ്, ദെൻ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. സോറി, ഇൻട്രസ്റ്റ് ഏൺഡ് അതർ ഇൻകം അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. ദെൻ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് അതിൻ്റെ ഫിഗേഴ്സിൽ എഴുതുക, അതർ എക്സ്പെൻസ് എഴുതുക, പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ എഴുതുക. ദെൻ ടോട്ടൽ 1 is income, total 2 is expenditure. Income minus expenditure പ്ലസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണ്. സോ ദർ ഇസ് എ പ്രോഫിറ്റ്. ദെൻ ഫോർവേഡ് നിങ്ങൾ എഴുതുക, ദെൻ ടോട്ടൽ എടുക്കുക, ദാറ്റ്സ് എ ടോട്ടൽ 3. ദെൻ അതിനുശേഷം ആ പ്രോഫിറ്റിൻ്റെ കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ 25% പറഞ്ഞിട്ടില്ലെങ്കിൽ 25% നമ്മൾ ഇപ്പോഴും അസ്യൂം ചെയ്യും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം കൊടുത്താൽ, ഇല്ലെങ്കിൽ 25%. ഇതാണ് ഒരു ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ നോർമലി 25% ആയിരിക്കും മാറ്റിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, 3649 24%, 912.3 എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ അത് നില്ലിടുക. ദെൻ അവസാനം ഈ ബാലൻസ് കണ്ടുപിടിക്കണം. അതിന് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ദ ടോട്ടൽ ഓഫ് 3649 മൈനസ് ദ എക്സിസ്റ്റിംഗ് റിസർവ് 9123 ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാലൻസ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ദിസ് എ ബാലൻസ് ഫോർവേഡ് ടു ദ ബാലൻസ് ഷീറ്റ്. ഈ ബാലൻസ് ഷീറ്റ് നിങ്ങൾ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മുടെ ഈ ബാലൻസ് ആണ് ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ഈ ട്രാൻസ്ഫർ ടു സാറ്റ് ഇതും ബാലൻസ് ഷീറ്റിലേക്ക് പോകും. ദെൻ ബാലൻസ് കാർഡ് ദ ബാലൻസ് ഷീറ്റ് ഇതും ബാലൻസ് ഷീറ്റിൽ പോകും. ട്രാൻസ്ഫർ ടു അതർ റിസർവ് ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ എവിടേക്ക് കൊണ്ടുവരേണ്ടി വരും, ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അവിടെ ഞാൻ ഫോർമാറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദ ഫസ്റ്റ് ഫിഗർ ആൻഡ് ദ സെക്കൻഡ് ഫിഗർ ആൻഡ് ദ ലാസ്റ്റ് ഫിഗർ ഇതെല്ലാം നമുക്ക് എവിടേക്ക് ആവശ്യമുണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദിസ് ദ ലോജിക് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. വൺസ് അഗെയിൻ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ദിസ് ക്വസ്റ്റ്യൻ ഫിഗേഴ്സ് ചിലപ്പോൾ 1000 ആയിരിക്കും, ലാക്ക് ആയിരിക്കും. പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ എഴുതുക. ദെൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 1 by 1 ഓരോ ഐറ്റംസ് ഐഡന്റിഫൈ. ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ 4 ഇമ്പോർട്ടൻറ്റ് ഷെഡ്യൂൾസ് വരും. ഇൻട്രസ്റ്റ് ഏൺ ചെയ്യണത്, അതർ ഇൻകംസ്, ഇൻട്രസ്റ്റ് പേ ചെയ്യണത്, അതർ എക്സ്പെൻസസ്. അത് നിങ്ങൾ ഓരോ ഐറ്റം വാങ്ങിച്ചത് എവിടേക്കാണ് ചാൻസ്. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ചിന്തിക്കുക. ഡെപ്പോസിറ്റ് ബാങ്കിന് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ബാങ്കറാണ്, നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം നോർമലി ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്, പെയ്ഡ് ആണ്, പുറത്തേക്ക് കൊടുക്കണം. കമ്മീഷൻ നമുക്ക് ഇൻകാണ്. നോർമലി കമ്മീഷൻ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, നിങ്ങൾ ലോൺ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് ബാങ്കിന് കിട്ടും. അത് നിങ്ങൾക്ക് എന്താണ്, ഇൻട്രസ്റ്റ് ഏണ്ടാണ്. അങ്ങനെ ഓരോ ഐറ്റംസ് ചിന്തിക്കുക. ചിന്തിച്ചിട്ട് അതിനെ ആ ഷെഡ്യൂൾ എഴുതി വെക്കുക. അവസാനം അതിൻ്റെ ഗ്രൂപ്പ് ചെയ്ത് ഷെഡ്യൂൾ വൈസ് ടോട്ടൽ എടുക്കുക. വളരെ സിമ്പിളായിട്ട് എൻ്റെ ഷെഡ്യൂൾ വൈസ് ടോട്ടൽ എടുക്കുക. പിന്നെ വെറുതെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, റിസർവ് മാറ്റി വയ്ക്കുന്നു, ബാലൻസ് എമൗണ്ട് കണ്ടുപിടിക്കുന്നു. ദാറ്റ്സ് ദ ലോജിക് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ആൻഡ് ദിസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. Prepare the profit and loss account for the year end 31st March 2000. Very Sound Bank Limited from the following particulars. All figures are 1000. Okay, these are the items. Interest on loan, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഐറ്റംസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് 150, ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് 160, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് 190, ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് 70, പേയ്മെന്റ് ടു എംപ്ലോയീസ് 150, ഡിസ്കൗണ്ട് ഓൺ ബിൽസ് 40, റെന്റ് ടാക്സ് 5, കമ്മീഷൻ എക്സ്ചേഞ്ച് 15, ഓഡിറ്റ് ഫീ 10, ഡയറക്ടർ ഫീ 20. ഇപ്പം ഇത്ര ഐറ്റംസ് ആണ് അവിടെ വെരി സൗണ്ട് ബാങ്കിന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. നമ്മൾ എന്താ ചെയ്യുക, നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഷെഡ്യൂൾ നമ്പർ 13, 14, 15, 16. ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഏൺഡ്, ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകം, ഷെഡ്യൂൾ നമ്പർ 15 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്, ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം അതേ ഐറ്റംസ് മുഴുവൻ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയേക്കാണ്. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, നമുക്കറിയാം ബാങ്കിനെ സംബന്ധിച്ച് ലോൺ കൊടുക്കുമ്പോൾ അല്ല ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാണ്. സോ ഇൻട്രസ്റ്റ് ഏൺ ഷെഡ്യൂൾ നമ്പർ 13 ഇൻട്രസ്റ്റ് ഏൺഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് അക്കൗണ്ട്, ഒരു ബാങ്കിന്റെ സേവിംഗ് അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ ആ സേവിംഗ് അക്കൗണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെ, ബാങ്കുകൾക്ക് സേവിങ്സ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആയി ഷെഡ്യൂൾ നമ്പർ 15. ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻട്രസ്റ്റ് നോർമലി കിട്ടും, കാരണം ബാങ്ക് ലോൺ കൊടുക്കുന്ന തുല്യമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ്. അപ്പോൾ ലോൺ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് ഏൺഡ് ആണ് വരാം. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 50 ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ഓവർ ഡ്രാഫ്റ്റും ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടും, ഇൻട്രസ്റ്റ് ഏൺഡിന് തുല്യമാണ്. സോ ഇൻട്രസ്റ്റ് ഏൺഡ്. ദെൻ പേയ്മെന്റ് ടു എംപ്ലോയീസ് ഷെഡ്യൂൾ നമ്പർ 16. ദെൻ ഡിസ്കൗണ്ട് ഓൺ ബിൽസ്, നേരത്തെ പറഞ്ഞ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് പറഞ്ഞാൽ എപ്പോഴും ഷെഡ്യൂൾ നമ്പർ 13 കാണിക്കേണ്ടതായിട്ട് വരാം. റെന്റ് ടാക്സ് ഷെഡ്യൂൾ നമ്പർ 16 ആണ്. കമ്മീഷൻ എക്സ്ചേഞ്ച് ബ്രോക്കറിന് എപ്പോഴും ബാങ്കിന്റെ ഇൻകം ആണ്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ എപ്പോഴും ഇൻകംസ് ആയിരിക്കും അധികം വരാം. അപ്പോൾ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻകം, അതർ ഇൻകം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകത്തിൽ കാണിച്ചു. ഓഡിറ്റ് ഫീ നമുക്കറിയാം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഫീസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ ഐറ്റം വൈസ് ഷെഡ്യൂൾസ് ഐഡന്റിഫൈ ചെയ്തു. ഞാൻ ഇൻഡിവിജ്വലി ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് ടോട്ടൽ എടുത്തായി. ഷെഡ്യൂൾ നമ്പർ 13 ഐറ്റംസിന്റെ ടോട്ടൽ, 14 ഐറ്റം, 15 ഐറ്റം, 16 ഐറ്റത്തിന്റെ ടോട്ടൽ.
So let's prepare the schedule wise, group wise schedule. So schedule number 30 നമുക്കറിയാം 30ൽ 250 വന്നിട്ടുണ്ട്, 160, then 70 and 40. ഇത്ര ഐറ്റംസ് നമുക്ക് അവിടെ കാണിക്കാൻ 250 then the 160 ഇതൊക്കെ ഇവിടെ എഴുതി വന്നിട്ട് ടോട്ടൽ എടുക്കാൻ സാധിക്കും. വരുന്ന ഐറ്റംസ് ഇവിടെ ക്ലാസ് ചെയ്ത 13ന്റെ ഐറ്റംസ് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ടോട്ടൽ എടുത്ത് ടോട്ടൽ ഈസ് 520. The 520 is the total of the interest earned. And other incomes നമുക്കറിയാം കമ്മീഷൻ ആണ് അതർ ഇൻകത്തിൽ വന്നിട്ട് ഒരു ഐറ്റം മാത്രം കമ്മീഷൻ അതർ ഇൻകം ദാറ്റ് ഇസ് 15. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് രണ്ട് ഐറ്റംസ് വന്നിട്ടുണ്ട്, ദാറ്റ് മീൻസ് 150 ഇൻട്രസ്റ്റ് സേവിങ്സിനെ കൊടുക്കണം, ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് കൊടുക്കണം. അപ്പോൾ 150 190 വന്നു 340. then ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമുക്കറിയാം പേയ്മെന്റ് ടു എംപ്ലോയീസ് ആൻഡ് റെന്റ് ടാക്സ് ഓഡിറ്റർ ഫീ ഡയറക്ടേഴ്സ് ഫീ ഇപ്പോൾ ഇതൊക്കെ ഇവിടെ വന്നു 150 5 10 20 150 5 10 20. then ഈ ഐറ്റംസ് മുഴുവൻ വരുന്നു, then ടോട്ടൽ എടുക്കുന്നു. അപ്പോൾ ഷെഡ്യൂൾ നമ്പർ 13 ദ ടോട്ടൽ, ഷെഡ്യൂൾ നമ്പർ 14 ടോട്ടൽ, ഷെഡ്യൂൾ 15 16 നമ്മൾ അതിന്റെ ടോട്ടൽസ് ഐഡന്റിഫൈ ചെയ്യുന്നു 520 15 340 and 185. ശ്രദ്ധിക്കുക എല്ലാ ഫിഗേഴ്സും തൗസൻഡിലാണ് ഓർമ്മയിൽ വെക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, and after that preparing the profit and loss account. The bank name is the Sound Bank Limited. So very Sound Bank Limited. The all figures in thousands. തൗസൻഡ്സിലാണെങ്കിൽ തൗസൻഡ്സ് നമ്മൾ എഴുതണം. ഓക്കെ, ദ തൗസൻഡ്സ് ആണ് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ ഷെഡ്യൂൾസ് ചെയ്തു ഇൻട്രസ്റ്റ് ഏൺഡ് ദ ടോട്ടൽ ഈസ് 520. So 520. Then schedule number 14 15. The amount is 15. So total of the income 535. Total എടുത്ത് ഇൻകത്തിന് ടോട്ടൽ എടുത്ത് 535. Then expense schedule number 15 and 16 340 and 185. 340 and 185. Schedule number 15 340 60 185. പ്രൊവിഷൻസ് ഇവിടെ വന്നിട്ടില്ല, ഉണ്ട് ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻസ് കുറിച്ച് പറഞ്ഞിട്ടില്ല. പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എഴുതി കാണിക്കണം, ഇല്ലെങ്കിൽ അവിടെ ബ്ലാങ്ക് ഇടാം, പ്രൊവിഷൻസ് വന്നില്ല. അപ്പോൾ 535 ആണ് നമുക്ക് ഇൻകം, 525 ആണ് നമ്മുടെ എക്സ്പെൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻകം മൈനസ് എക്സ്പെൻസസ് നോർമലി 10 rupees നമുക്ക് പ്രോഫിറ്റ് ആണ് വരുന്നത്. കറന്റ് ഇയർ പ്രോഫിറ്റ് 10 rupees ആണ് വരുന്നത്. 10 മീൻസ് 10,000 10,000 ആണ് വരുന്നത്, 1000ലാണ് 10,000 ആണ് വരുന്നത്. ഓക്കെ, ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രീവിയസ് ഒരു ട്രാൻസാക്ഷൻസ് ഇവിടെ വരുന്നില്ല, ഉണ്ടെങ്കിൽ നമുക്ക് ഫോർവേഡ് ചെയ്യാം. ഇവിടെ ഒന്നും വരുന്നില്ല, പ്രീവിയസ് ഇയർ ട്രാൻസാക്ഷൻസ് ഒന്നുമില്ല, അപ്പോൾ അവിടെ നമുക്ക് നില്ലാണ്. അപ്പോൾ 10 ആണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ്, തേർഡിന്റെ ടോട്ടൽ പ്രോഫിറ്റ് ലോസിന്റെ ടോട്ടൽ 10 ആണ് വരുന്നത്. ഇനി നമ്മൾ അപ്രോപ്രിയേഷനിൽ പോകും. നമുക്കറിയാം പ്രോഫിറ്റിന്റെ കറന്റ് ഇയർ പ്രോഫിറ്റിന്റെ 25%. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെർസെന്റേജ് കൊടുക്കാം, പറഞ്ഞിട്ട് നമ്മൾ 25% തന്നെ കൊടുത്തിരിക്കണം. ദാറ്റ്സ് എ റൂൾ, സ്റ്റാറ്റ്യൂട്ടറി ആണ് നമ്മൾ പറഞ്ഞ് കൊടുത്തിരിക്കണം. അപ്പോൾ 10ന്റെ 25% പറഞ്ഞാൽ നമുക്കറിയാം 2.5 ആണ്. ഓക്കെ, ട്രാൻസ്ഫർ ടു അതർ റിസർവ് ഇവിടെ ഒന്നും ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ അത് എഴുതാം. ഇവിടെ ഒന്നും പറയുന്നില്ല, ട്രാൻസ്ഫർ ടു അതർ റിസർവ്സ് ഒന്നും പറയുന്നില്ല, ഗവൺമെന്റ് ഡിവിഡൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയാണ് ബാലൻസ് 10 ആണ് ടോട്ടൽ, 10 ആണ് ടോട്ടൽ, 10 ആണ് ടോട്ടൽ. ദെൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാലൻസ് എമൗണ്ട് 10 മൈനസ് 2.5 7.5 ആണ് നമ്മൾ ഇവിടേക്ക് ചെയ്യേണ്ടത്, ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ 10 മൈനസ് 2.5 ദാറ്റ് ഇസ് 7.5 ആണ് ബാലൻസ് ഷീറ്റിലേക്ക്. അപ്പോൾ ട്രാൻസ്ഫർ ടു റിസർവ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ടി വരും. ദെൻ ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ എവിടേക്ക് ബാലൻസ് ഷീറ്റിലേക്ക് എടുക്കേണ്ടതായിട്ട് വരും. ദാറ്റ് ഇസ് എ ലോജിക് ഓഫ് ദ പ്രിപ്പറേഷൻ ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. It's very simple, just identify the schedule items. Only logic is identify the schedule wise item. Schedules നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് വായിച്ച് നമുക്ക് ഓരോ ഐറ്റംസ് കാണുമ്പോഴും നമുക്കത് ഐഡന്റിഫൈ ഏത് ഷെഡ്യൂളുകളുടെ പോസിബിലിറ്റീസ് ആണ് വരുന്നത് വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നമുക്ക് ഷെഡ്യൂൾ വൈസ് ഗ്രൂപ്പ് ടോട്ടൽസ് ഉണ്ടാക്കാം. അത് കറക്റ്റ് ആ ഫോർമാറ്റിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. റിസർവ് ഐഡന്റിഫൈ ചെയ്യുന്നത് എത്രയാണ് റിസർവിലേക്ക് കൊടുക്കേണ്ടത്, ബാലൻസ് എത്രയാണ് ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്, ഇത്രയും മാത്രം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, so let me conclude. The first we discussed the format. So once again, just refreshing the format of the profit and loss account. The profit and loss account have some format. This is the format of the profit and loss account. ഈ ഫോർമാറ്റിലാണ് എല്ലാ പ്രോബ്ലംസ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം ട്രാൻസ്ഫർ 25% of the profit. That is the current year profit. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് വെച്ചുകൊണ്ട് മാത്രം ചെയ്യാം, ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ 25 ആണ് എപ്പോഴും അസൈൻ ചെയ്യും. Okay, this is a different schedule: interest earned, interest other incomes, interest expended, and operating expenses. This is the first problem regarding the profit and loss account. So identify the each items schedule wise, schedule number 13, 14, 15, 16, and find out the totals and substitute in the balance sheet. Okay, same the second problem, to find out the items, and after that the schedule wise preparations and the total of the schedules, and finally prepare the balance sheet. Finally prepare the profit and loss account.
the profit and loss account, the figure is a 7.5. Okay, that is the logic. ഓരോ പ്രോബ്ലംസ് വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓരോ ഐറ്റംസ് നന്നായിട്ട് വായിക്കുക. അതിൽ എന്താ സംഭവിക്കുക? ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ബാങ്ക് എന്ത് സംഭവിക്കും? ബാങ്ക് ഇൻട്രസ്റ്റ് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടും. ഇൻട്രസ്റ്റ് ഏൺഡ് ആണ്. ഇൻട്രസ്റ്റ് ഏൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 13 ആണ്. ദെൻ ഇൻട്രസ്റ്റ് സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിന് കിട്ടുന്ന ഡെപ്പോസിറ്റും ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് ആണ്. ഇൻട്രസ്റ്റ് അല്ലാത്ത ഇൻകംസ് അതർ ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ആയി വരുന്ന ഇൻകംസ് ഇൻട്രസ്റ്റ് ഏൺഡ് ആണ്. ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡ് ആണ്. ഇൻട്രസ്റ്റ് അല്ലാണ്ട് വരുന്ന എക്സ്പെൻസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. സോ ഫൈൻഡ് ഔട്ട് ദ വൺ ബൈ വൺ items and substitute in the normal table, and finally just prepare your the profit and loss account. The preparation you all need only single column. This is only single column for the preparation of the profit and loss account in the problemized, that means examination point of view. But the practical balance sheet of the bank, the two columns, the previous year and the current year. Okay, anyway, thank you so much, and thank you for watching me.